ഹലോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. എല്ലാവർക്കും വെൽക്കം, സ്വാഗതം. ഓക്കെ, അപ്പോൾ എപ്പോഴത്തെ പോലെ MMA മിക്സ്ഡ് മാർഷൽ ആർട്സ് കോമ്പാറ്റ് സ്പോർട്സിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വാർത്തകളിലേക്കാണ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ തമ്പനിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ തന്നെ വാർത്ത. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ, ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാണുന്ന വാർത്തകളാണിത്, അല്ലെങ്കിൽ നമ്മുടെ ടീം കാണുന്നു. അപ്പോൾ നമ്മൾ വലിയ സൂപ്പർ മനുഷ്യനൊന്നും അല്ലല്ലോ, ചില വാർത്തകൾ വിട്ടുപോകും. അവിടെയാണ് അവിടെയാണ് നിങ്ങളുടെ റോള്. ഞാൻ വിട്ടുപോയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. കാരണം എല്ലാവരും ഞാൻ എന്തായാലും കമൻറ്റ് വായിക്കും. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കുറേ പേര് കമൻറ്റ് വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തമ്പനിയിൽ നിന്ന് തുടങ്ങാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ആ ഇൻസ്റ്റ അങ്ങോട്ട് തുടങ്ങുമ്പോൾ, MMA ലോകത്തിലേക്ക്, കോമ്പാറ്റ് സ്പോർട്സിൻ്റെ ലോകത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് രണ്ടുപേരെയാണ്. ഒന്ന് ഹംസ ഷിമേവ്, മറ്റൊന്ന് അർമാൻ സാറുഖ്യൻ. രണ്ടുപേരും ഭയങ്കര കട്ട ഫ്രണ്ട്സാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല കലിപ്പന്മാരുമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നല്ലോണം ഒത്തുപോകുന്നുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന പോലെ. ഹംസ ഷിമേവ് ആൻഡ് അർമാൻ സാറുഖ്യൻ രണ്ടുപേരും കഴിക്കുന്നില്ല. അർമാൻ സാറുഖ്യനാണ് തീറ്റയും കഴിപ്പിൻ്റെ കൂടെ നല്ല ഫൈറ്റുകാരനാണ്, ഉഗ്രം ഫൈറ്റുകാരനാണ് കേട്ടോ അർമാൻ സാറുഖ്യൻ. ഇങ്ങനൊരു കോടീശ്വരനായിട്ടുള്ള പണക്കാരനായിട്ടുള്ള പിതാവിൻ്റെ മകൻ ഈ രീതിയിൽ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഹംസ ഷിമേവിൻ്റെ കൂടെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെയിനിങ് ഫുട്ടേജസ് വരുന്നത്. വേറൊരു അപ്പൂപ്പനുണ്ട്, കോച്ച്, ചുമന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് പുള്ളിയാണ് ട്രെയിൻ ചെയ്യുന്നത്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതോ ലോക്കൽ ജിമ്മാണ്, നല്ല എക്സ്പീരിയൻസ് ആണ് കണ്ടിട്ട്. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹംസ ഷിമേവ് ആൻഡ് അർമാൻ സാറുഖ്യൻ ഇങ്ങനെ മാറി ഈ കോമ്പറ്റീഷനിൽ ഇവർ തമ്മിൽ ഒരു മത്സരമുണ്ട്. അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതാണ് ആ ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതായത് കട്ടയ്ക്ക് മത്സരിച്ചിട്ട് ഒന്നിനൊന്ന് തോപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അർമാൻ. എന്നാൽ നല്ല ചങ്ങാത്തവും, ഒരു ഈഗോ ഇല്ല, ഒന്നുമില്ല. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ഈഗോ ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, എല്ലാം നല്ല ഒരു അയൺ ഷാർപ്പൺസ് അയൺ എന്ന് പറഞ്ഞാൽ അതാണ്. കുറേ നാളുകൾ നമ്മൾ കേൾക്കുന്നൊരു സംഭവമാണത്. അപ്പോൾ അർമാൻ സാറുഖ്യൻ ആൻഡ് ഹംസ ഷിമേവിൻ്റെ ട്രെയിനിങ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹംസ ഷിമേവ് സ്ട്രിക്ലാൻഡിന് വേണ്ടിയാണ് ഓഫ് കോഴ്സ് ട്രെയിൻ ചെയ്തത്. നല്ല കോൺഫിഡൻ്റായി കാണപ്പെടുന്നു. സ്ട്രിക്ലാൻഡ് എനിക്ക് തോന്നുന്നു നമ്മുടെ അലക്സ് പെരേരൻ്റെ കൂടെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരുടെയും വാർത്തകളാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. അർമാൻ പിന്നെ അറിയാമല്ലോ, ഇതല്ലാതെ വേറെ നീന ചേച്ചി, ആ ചേച്ചി, ചേട്ടൻ്റെ കൂടെ ഒക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ താരമാകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഡാന വൈറ്റിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല താനും. അപ്പോൾ അതൊന്നും. പിന്നെ ഇല്ലിയ ടൊപ്പൂരിയ നല്ല കടുത്ത ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട്. അത് ഉറപ്പാണ് ജസ്റ്റിൻ ഗേജിക്ക് വേണ്ടിയിട്ട്. പുള്ളി പറയുന്നുണ്ട്, ജസ്റ്റിൻ ഗേജി ഒരു നല്ല കളിക്കാരനാണ്, സൂപ്പർ കളിക്കാരൻ, നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. പക്ഷേ ഞാനും അവനെ തീർക്കും, ഫസ്റ്റ് റൗണ്ടിൽ തീർക്കും. ഇതാണ് മൂപ്പറുടെ ഡയലോഗും. ഇതല്ലാതെ പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊർജ്ജം വരുമ്പം ഇല്ലിയ ടൊപ്പൂരിയ ഇസ്ലാം മഹാഷവിനെയും കുറിച്ചും പറയും. അതായത് ഞാൻ ഇസ്ലാം മഹാഷവിനെ എനിക്ക് നോക്കൗട്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അതല്ല, ഞാൻ അവനെ സബ്മിറ്റ് ചെയ്യും. അതിലാണ് ഒരു ഇതുള്ളത്. ഏത് എനിക്കറിയാൻ പാടില്ല. ഇതാണ് ഇല്ലിയ ടൊപ്പൂരിയ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അർമാൻ സാർ, ഇതെല്ലാം ലിങ്കാണല്ലോ. ഇത് നമ്മുടെ ഏരിയൽ ഹൈവാനി ചേട്ടൻ ഇത് ഉടനെ എടുത്ത് അർമാന് കൊടുത്തു. അർമാനെ അതെ ഇല്ലിയ ഇങ്ങനെ ഇസ്ലാം മഹാഷേവിനെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അർമാൻ്റെ റെസ്പോൺസ്, സബ്മിറ്റ്, ഹബീബിന് പോലും ഇസ്ലാമിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നാണ് ഇല്ല. ഞാൻ പറയുന്നതല്ല, ഇത് അർമാൻ പറഞ്ഞാണ്, നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ടു ആ മൂമെൻറ്റ്. ആ ഒരു അർമാൻ്റെ ആക്കിയൊരു ചിരിയുണ്ട് ഇങ്ങനെ, ഈ മലയാള സിനിമയിലൊക്കെ ജഗദീഷ് ചേട്ടൻ ചിരിക്കൂല്ലോ ഇങ്ങനെ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇല്ലിയ പറയുന്നത്, അർമാൻ പറയുന്നത് ഇതൊക്കെ ഇല്ലിയുടെ സ്വപ്നങ്ങൾ മാത്രമാണ്. പക്ഷേ എനിക്ക് ഇല്ലിയുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇല്ലിയ ഇടയ്ക്കിടയ്ക്ക് നല്ല ഫോമിലാണ്. ജസ്റ്റിനെ ഫസ്റ്റ് റൗണ്ടിൽ തീർക്കും, ഇസ്ലാം ആകാശിനെ സബ്മിറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അർമാൻ പക്ഷേ ഇസ്ലാമിനെ നല്ലോണം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമുക്ക്, അതായത് സാക്ഷാൽ ഹബീബിന് പോലും ഇസ്ലാമിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂലെന്നാണ് അർമാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് വാർത്തകൾ. പിന്നെ നിങ്ങൾ തമ്പനിയിൽ നെയ്റ്റ് ഡിയാസിൻ്റെ വാർത്തകൾ കാണുന്നുണ്ടല്ലോ. ദ നെയ്റ്റ് ഡിയാസ് ഈസ് ബാക്ക് ബേബി, May 16th. ഇത് UFC ഒരു റൈവൽ പ്രൊമോഷനായി മാറും. നമ്മുടെ ജെയ്ക്ക് പോളിൻ്റെയൊക്കെ സംഭവമാണ് ഇത്. MVP അല്ലേ, മോസ്റ്റ് വാല്യുബിൾ പ്രൊമോഷൻസ്. May 16 നെയ്റ്റ് ഡിയാസ് ഈസ് ബാക്ക് അഗൈൻസ്റ്റ് പ്ലാറ്റിനം മൈക്ക് പെറി. കിങ് ഓഫ് വയലൻസ് എന്നാണ് മൈക്ക് പെറിയുടെ പേര്. അത് വെറുതെ പറയുന്നതല്ല, അറിയാമല്ലോ, ബെയർനക്കിളിൻ്റെ സംഭവമാണ് മൈക്ക് പെറി. UFC ഉണ്ടായിരുന്നു മൂപ്പര്, പക്ഷേ ബെയർനക്കിളിലാണ് പോപ്പുലർ ആയത്. ചില്ലറ സംഭവമല്ല കേട്ടോ, ഗ്ലൗസ് ഇട്ട് ഫൈറ്റ് ചെയ്യുന്നത് തന്നെ സംഭവമാണ്. അതിൻ്റെ കൂടെ ഈ ഗ്ലൗസ് ഇല്ലാതെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സമ്മതിച്ചു കൊടുക്കണം.
അപ്പോൾ എന്തായാലും അതിനകത്ത് ബ്ലഡ് ഷെഡ് ഷുവറാണ്. നെയ്റ്റ് ഡിയാസ് വേഴ്സസ് മൈക്ക് പെറി. നമുക്ക് ആരുടെയും ബ്ലഡ് ഷെഡ് ഒന്നും കാണാൻ താല്പര്യമില്ല. നമുക്ക് നല്ലൊരു ഫൈറ്റ് കാണുക, കണ്ട് രസിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, രസിക്കുക എന്നുള്ളതല്ല, പഠിക്കുക. രസമൊന്നുമില്ല, പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, മാർഷൽ ആർട്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ ഇത് സഹായിക്കും. നെയ്റ്റ് ഡിയാസ് വേഴ്സസ് മൈക്ക് പെറി ഉഗ്രനായിരിക്കും. അത് ക്യാൻസൽ ഒന്നും ആവരുതേ. ഇതേ കാർഡിൽ തന്നെ എൻഗാനോ വരുന്നുണ്ട്. വേറെ ഏതോ അപരിചിതനാണ് പുള്ളി, എന്നാലും സമ്മതിച്ചു കൊടുക്കണം പുള്ളി വന്നു. പിന്നെ റോണ്ട റൗസി ഓക്കെ, അതൊക്കെ ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് പക്ഷേ നെയ്റ്റ് ഡിയാസ് ആൻഡ് എൻഗാനോ ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ലേറ്റസ്റ്റ് വാർത്തകൾ. പിന്നെ അലക്സ് പെരേര ചാമ, എന്താ പറയുക, പുള്ളി ഇങ്ങനെ ഹെവി വെയിറ്റായി. ഇപ്പോൾ ഹെവി വെയിറ്റ് ഒന്നുമല്ല, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും സൂപ്പർ ഹെവി വെയിറ്റ് ആണ്. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്, അറിയാമോ? ഹെവി വെയിറ്റിന് മുകളിലൊരു സൂപ്പർ ഹെവി വെയിറ്റ് ഉണ്ട്. ഇനി പുള്ളി ഇതിന് ആർക്ക് വേണ്ടിയാണ് പ്രിപ്പയർ? ഇനി വല്ല സൂമോ കുസ്തിയിലേക്കും പോവുകയാണോ? അത് അങ്ങനെ തോന്നുന്നു എനിക്ക്. അലക്സ് പെരേര ഇങ്ങനെ വീർത്ത് വന്നിട്ടേ ഏതോ ഒരു കോമിക് കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റയിൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട്, തേനോസിനെ, ഒരു സുഹൃത്തിങ്ങനെ, ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത് പറഞ്ഞാണ് തേനോസിനെ പോലെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് കറക്റ്റാണ്. സൂപ്പർ ഹ്യൂമൻ അല്ലേ? അലക്സ് പെരേര ലുക്കിംഗ് വെരി സ്ട്രോങ്, വെരി ഷാർപ്പ് ആൻഡ് വെരി ബിഗ് മാൻ. സോ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു ലേറ്റസ്റ്റ് വിശേഷങ്ങൾ, വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നൊരു ലേറ്റസ്റ്റ് വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്ത്യ സംബന്ധമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ എന്നറിയത്തില്ല. ലളിത് മോദി ആരാന്നറിയാമല്ലോ? പുള്ളി ഈ IPLൻ്റെയൊക്കെ സ്ഥാപകനായിരുന്നു. IPLൻ്റെ പുള്ളി ഇപ്പം കേസിലും ഇതിലൊക്കെ പെട്ട് ഇന്ത്യക്ക് പുറത്താണല്ലോ. അപ്പം അത് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട. ആ മൂപ്പരിപ്പോൾ പുറത്തിരുന്നുകൊണ്ട് പുള്ളി പറയുന്നുണ്ട്, പുള്ളിയാണ് സത്യത്തിൽ IPLൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി പുള്ളിയുടെ ആയിരുന്നു, അതിലിനി സംശയമില്ലെന്നെങ്കിലും തോന്നുന്നു. പുള്ളി ഇതേപോലെ തന്നെ IPL പോലെ തന്നെ MMA ഒരു വലിയ സംഭവം കൊണ്ടുവരാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് ഇൻ്റർവ്യൂവിൽ. പുള്ളി പറഞ്ഞത് ഡാന വൈറ്റിന് കാര്യങ്ങളൊന്നും അങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ അറിയില്ല. പുള്ളി പറയുമ്പോൾ നമുക്കങ്ങനെ തെള്ളിക്കളയാനും പറ്റത്തില്ല, കാരണം പുള്ളി ബുദ്ധിരാക്ഷസനാണ്. കേസും വഴക്കുമൊക്കെ ഉണ്ട്, പക്ഷേ ബുദ്ധിരാക്ഷസനാണ് ലളിത് മോദി. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ലളിത് മോദി എന്ത് ചെയ്തില്ലയോ എന്നുള്ളതല്ല. ഞാൻ ഇത് വീണ്ടും എൻ്റെ ആ അടുത്ത സുഹൃത്തിനോട്, ഞാൻ ഇൻസ്റ്റാ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് അവിടെ അങ്ങനെ ഉണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒപ്പം MMA ഷുവറാണ്, മിക്സ്ഡ് മാർഷൽ ആർട്സ്. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യക്കാരെ കൊണ്ട് നിറയും MMA ലോകം. UFC ആണെങ്കിലും എന്ത് കുന്തമാണെങ്കിലും ഇന്ത്യൻ ചാമ്പ്യൻസ് വരും. ഇപ്പോൾ അൻഷുൽ ജൂബിലിനെ കളിയാക്കുന്നുണ്ട്. അൻഷുൽ ജൂബിലി തുടക്കം ഇട്ട് കൊടുത്തതാണ്, പക്ഷേ അപ്പോഴത്തേന് വേറെ പിള്ളേർ കയറി വരും. ഇന്ത്യൻ ചാമ്പ്യൻസ് ഉണ്ടാവും. എഴുതി വെച്ചോ. ആൻഡ് യു ജസ്റ്റ് കം ബാക്ക് ടു മീ ആഫ്റ്റർ 10 years. ബൈ ഗൈസ്. ഞാൻ വിട്ടുപോയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പിന്നെ നമ്മളുടെ fighttribe.in അത് ഒന്ന് ഫോളോ ചെയ്യുക. ടീഷർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ MMA മലയാളം ഇൻസ്റ്റാ പേജ് അതൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ MMA മലയാളത്തിൻ്റെ വെർഷൻ 2 മറ്റൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങിയിട്ടുണ്ട്, അതായത് MMA മലയാളം 2. അതൊന്ന് ഫോളോ ചെയ്യുക. അതിനകത്തൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ വരും. ബൈ ഗൈസ്, ടേക്ക് കെയർ.